ആദം നബി അലൈഹിസ്സലാം മനുഷ്യവർഗത്തിന്റെ പിതാവ്, ആദ്യ മനുഷ്യൻ. ആ മനുഷ്യനെ അല്ലാഹു തആല മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇന്നും മനുഷ്യപുത്രന്മാർ പിതാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോർത്ത് അമ്പരന്ന് നിൽക്കുകയാണ്. ആദ്യ മനുഷ്യനെ ഖലീഫ എന്ന് വിളിച്ചു. ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോവുന്നു, മലക്കുകളുടെ സമൂഹത്തോട് അല്ലാഹു തആല പ്രസ്താവിച്ചു. വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് അവർ അത് കേട്ടത്. ഭൂമിയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വർഗത്തെ കുറിച്ച് അവർ പെട്ടെന്ന് ഓർത്തുപോയി. ഭൂമിയിൽ തിങ്ങി നിറഞ്ഞ വർഗവും കാമവും ക്രോധവും അവരെ വഴിവിഴപ്പിച്ചിരുന്നു. അക്രമാസക്തരായി ശാന്തമായ ഭൂമിയെ കലാപഭംഗിലമാക്കി രക്തം ചാലിട്ടൊഴുകി. അള്ളാഹു ആ വർഗത്തെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാം ശാന്തമായി. ഭൂമി സസ്യലതാദികളാൽ മനോഹരമായി തീർന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇപ്പോഴിതാ അല്ലാഹു തആല ഖലീഫയെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനു സൃഷ്ടിക്കുന്നു? നിന്നെ വാഴ്ത്താനും സ്തുതി കീർത്തനങ്ങൾ നടത്താനും മലക്കുകളായ ഞങ്ങളുണ്ടല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതെ, എല്ലാം അറിയുന്നത് അല്ലാഹുവിന് മാത്രം. മലക്കുകൾ അറിയുന്നത് അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം. അതിനപ്പുറം അറിവുകളുടെ സാഗരങ്ങൾ തന്നെയുണ്ട്. അറിവുകളുടെ സാഗര സൂക്ഷിപ്പുകാരൻ അല്ലാഹു തന്നെ. ആ സാഗരങ്ങളുടെ ആഴവും പരപ്പും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. പടപ്പുകൾ അറിയുന്നത് പരിമിതമായ അളവിൽ മാത്രം. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂടിയാലോചന ആവശ്യമാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് കേൾക്കാമല്ലോ. ഇങ്ങനെ ഒരു പാഠം കൂടി മനുഷ്യർ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളുമായി കൂടിയാലോചന നടത്തുന്നു, വിഷയം അവതരിപ്പിക്കുന്നു, മലക്കുകൾ പ്രതികരിക്കുന്നു. അല്ലാഹു തആല മലക്കുകളോട് മറുപടി പറയുന്നു. സൂറത്തുൽ ബഖറയിൽ ഈ രംഗം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ 30-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു: നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിശ്ചയമായും ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു: അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നവരെ നീ ഏർപ്പെടുത്തുകയോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുകയും നിന്റെ തഖ്ദീസ് അഥവാ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല അപ്പോൾ പറഞ്ഞു: നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. മലക്കുകൾ അല്ലാഹുവിന്റെ ചലനം കേട്ടു മൗനം പാലിച്ചു. ഖലീഫ വരും എന്ന കാര്യം ഉറപ്പായി. മനുഷ്യവർഗം വരും മുമ്പേ ഭൂമിയിൽ കഴിഞ്ഞവർ ആരായിരുന്നു? 2 വർഗക്കാരുടെ പേരുകൾ കാണുന്നുണ്ട്: ജിന്നുകളും ബിന്നുകളും. അല്ലാഹു തആല മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു. അഗ്നി കൊണ്ട് ജിന്നുകളെയും സൃഷ്ടിച്ചു. കാമവും ക്രോധവും നൽകപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ. അദൃശ്യ രൂപികളാണ് അവർ. അവർക്ക് വിവിധ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അവർക്കിടയിൽ ബുദ്ധിമാന്മാരും മൂഢന്മാരുമുണ്ട്, ധനികരും ദരിദ്രനുമുണ്ട്, നന്മ ചെയ്യുന്നവരും തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട്. നന്മ പ്രവർത്തിക്കുന്നവർ സ്വാലിഹീങ്ങൾ, തിന്മ ചെയ്യുന്നവർ ശൈത്വാന്മാർ. ജിന്നുവർഗത്തിൽ സ്ത്രീ പുരുഷന്മാരുണ്ട്. അവർ വിവാഹിതരാവുകയും വംശവർധന നടക്കുകയും ചെയ്യുന്നുണ്ട്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നുണ്ട്. സൂറത്തുർ റഹ്മാനിൽ ഇങ്ങനെ കാണാം: ഹേ 2 സമൂഹമേ, നിങ്ങളെ അടുത്തു തന്നെ നാം വിചാരണ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ 2 കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം നിങ്ങൾ പുറത്തു പോവുക. വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്തു പോകുന്നതല്ല. സൂറത്തുർ റഹ്മാനിലെ 31, 32, 33 വചനങ്ങളിലൂടെ ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അന്ത്യനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും. അതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും. മനുഷ്യർ ഭൂമിയിലെത്തുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു. ജിന്നുകളെ കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ അവർ 3 വിഭാഗക്കാരാണെന്ന് പറയുന്നു. 1. വായുവിൽ സഞ്ചരിക്കുന്നവർ. 2. പട്ടികളും പാമ്പുകളും തുടങ്ങിയവരുടെ രൂപം സ്വീകരിക്കുന്നവർ. 3. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ. കാഫ് മലയിലും പരിസര പ്രദേശങ്ങളിലും ജിന്നുകൾ തിങ്ങി താമസിക്കുന്നതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ഷാൻ എന്ന ജിന്ന് രാജാവിന്റെ പ്രജകളാണത്രേ ഇവർ. ലോകം സൃഷ്ടിക്കപ്പെട്ട് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞാണ് ജിന്നുകൾ വന്നത്. 24,18,000 വർഷം ജിന്നുകൾ ഇവിടെ താമസിച്ചതായി റിപ്പോർട്ടുകളിൽ കാണുന്നു. പിൽക്കാലത്ത് കലഹങ്ങളും യുദ്ധങ്ങളും സജീവമായി നടന്നു. അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായി ഒരു കൊടുങ്കാറ്റ് മൂലം അവർ നശിച്ചുപോയി. ഒരു ശിശു ഒഴികെ എല്ലാവരും നശിച്ചുപോയി.
ഈ ശിശു പിൽക്കാലത്ത് ഇബ്ലീസ് ആയി തീർന്നുവെന്ന് കാണുന്നു. ജിന്നുകൾക്ക് ശേഷം ബിന്നുകൾ എന്നൊരു വർഗം ഭൂമിയിൽ താമസിച്ചു. ഇവരും അക്രമകാരികളായിരുന്നു. ഇവരും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ജിന്നുകൾ സജീവമായി. വിശുദ്ധ ഖുർആനിൽ ജിന്നുകളുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. 72-ാം അധ്യായം സൂറത്തുൽ ജിന്ന്. ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച് തങ്ങളുടെ ജനതയെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ജിന്നുകൾ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട കാര്യം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ മൂലം അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ജിന്ന് ആരംഭിക്കുന്നത്. നബിയെ, അങ്ങ് പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടുവെന്ന് എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു. അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ആരെയും പങ്കു ചേർക്കില്ല. 72-ാം അധ്യായത്തിലെ 1-ാമത്തെയും 2-ാമത്തെയും വചനത്തിലൂടെ നമുക്കിത് ഈ സംഭവം കാണാൻ കഴിയും. മനുഷ്യവാസത്തിന് വളരെ മുമ്പ് തന്നെ ജിന്നുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. മനുഷ്യവാസത്തിന് ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിനു മണ്ണ് വേണം. ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കണം. അക്കാര്യം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഏൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മണ്ണെടുക്കാൻ വേണ്ടി ഭൂമിയിലെത്തി. ഭൂമി ചോദിച്ചു, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച അഭിവന്ദ്യരായ ജിബ്രീൽ അവർകളെ, അങ്ങ് എന്തിനാണ് വന്നത്? അള്ളാഹു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു. അതിനു മണ്ണ് വേണം. ഞാൻ മണ്ണെടുക്കാൻ വന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി. ദയവായി എന്നിൽ നിന്ന് മണ്ണെടുക്കരുത്. അക്കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. തിരിച്ചു പോവുക. എന്റെ സങ്കടം അള്ളാഹുവിനെ അറിയിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയി. ഭൂമിയുടെ സങ്കടം അള്ളാഹുവിനെ അറിയിച്ചു. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുവരാനുള്ള ചുമതല അള്ളാഹു മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഏൽപ്പിച്ചു. മീകായിൽ അലൈഹിസ്സലാം ഭൂമിയിലെത്തി. ഭൂമി അപ്പോഴും സങ്കടമുണർത്തി മലക്കിനെ തിരിച്ചയച്ചു. അടുത്ത ചുമതല ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കിനായിരുന്നു. മലക്ക് ഭൂമിയിലെത്തി. അപ്പോഴും സങ്കടമുണർത്തി മലക്കിനെ തിരിച്ചയച്ചു. 4-ാമത്തെ ചുമതലക്കാരൻ അസ്രായിൽ എന്ന മലക്കായിരുന്നു. 3 പേരെ തിരിച്ചയച്ച ഭൂമിയാണ്. താൻ എങ്ങനെ മടങ്ങില്ല. സങ്കടം താൻ പരിഗണിക്കില്ല. മണ്ണുമായി തിരിച്ചു വരും. അസ്രായിൽ അലൈഹിസ്സലാം ഭൂമിയിലെത്തി. ഭൂമി ചോദിച്ചു, മഹാനായ മലക്കേ, അങ്ങ് എന്തിനാണ് വന്നത്? അള്ളാഹു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു. അതിനു മണ്ണ് വേണം. മണ്ണെടുക്കാൻ വന്നതാണ്. മണ്ണെടുക്കുന്നത് ദുഃഖകരമാണ്. എന്നെ സങ്കടപ്പെടുത്താതെ മടങ്ങിപ്പോവുക. മണ്ണെടുക്കാതെ ഞാൻ മടങ്ങിപ്പോവില്ല. അസ്രായിൽ അലൈഹിസ്സലാം ഭൂമിയുടെ സമ്മതമില്ലാതെ തന്നെ മണ്ണെടുത്ത് മടങ്ങിപ്പോയി. ഭൂമിക്ക് വലിയ സങ്കടമായി. ദയാലുവായ അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. ദയാലുവായ റബ്ബേ, എന്റെ സമ്മതമില്ലാതെ അസ്രായിൽ അലൈഹിസ്സലാം എന്നിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി. അള്ളാഹു ഭൂമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമി, നീ സങ്കടപ്പെടേണ്ട. ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. നിന്നിൽ നിന്നെടുത്ത മണ്ണിനെ നിന്നിലേക്കു തന്നെ മടക്കപ്പെടും. ആ ചുമതലയും അസ്രായിൽ എന്ന മലക്കിന് തന്നെയായിരിക്കും. അസ്രായിൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന മണ്ണുകൊണ്ട് മനുഷ്യനെ പടയ്ക്കും. ആത്മാവൂതും. ജീവൻ ലഭിക്കും. കുറെ കാലം മനുഷ്യർ ജീവിക്കും. നിശ്ചിത സമയം വരുമ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം വീണ്ടും വരും. മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചൂരിയെടുക്കും. മനുഷ്യൻ മരിക്കും. മനുഷ്യനെ ഭൂമിയിലേക്ക് മടക്കും. നഷ്ടപ്പെട്ടത് ആ ഭൂമിക്ക് തിരിച്ചു കിട്ടും. മനുഷ്യരുടെ റൂഹിനെ പിടിക്കാനുള്ള ചുമതല അസ്രായിൽ അലൈഹിസ്സലാം എന്ന മലക്കിന് നൽകപ്പെടുകയാണ്. മലക്ക് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു. കഴിഞ്ഞോ? ഇല്ല. മലക്ക് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു. സൃഷ്ടാവായ അള്ളാഹുവേ, ജീവികൾ എന്റെ ശത്രുക്കളായി മാറും. അവരുടെ മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് വരും. അള്ളാഹു മലക്കിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജീവികളുടെ മരണത്തിന് ഞാൻ ഓരോരോ കാരണങ്ങൾ നൽകും. രോഗവും വാർദ്ധക്യവും നൽകും. ചിലർ അഗ്നി കാരണം മരിക്കും. ചിലർ വെള്ളം കാരണം മരിക്കും. അപകട മരണങ്ങൾ ഉണ്ടാകും. ആ സംഭാഷണം അങ്ങനെ അവസാനിച്ചു. കഅബ ഷരീഫ് നിൽക്കുന്ന ഭാഗത്തുള്ള വെള്ളം കൊണ്ടുവന്നു. മണ്ണിൽ വെള്ളമൊഴിച്ചു പാകപ്പെടുത്തി. സ്വർഗവാതിൽ കൊണ്ടുവന്നു വെച്ചു. മണ്ണിന് ശോഭയും സുഗന്ധവും ഉണ്ടായി. പിന്നീടതിൽ മഴ വർഷിച്ചു. മഴ വർഷിച്ച കാലത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ കാണുന്നു. 40 ദിവസമാണെന്നും 40 വർഷമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 33 ദിവസം സങ്കടത്തിന്റെ മഴ വർഷിച്ചു. 1 ദിവസം സന്തോഷത്തിന്റെ മഴ വർഷിച്ചു. മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനുപാതം മനസ്സിലായല്ലോ. പിന്നെ മണ്ണിനെ ഉണ്ടാക്കി. തട്ടിയാൽ ശബ്ദമുണ്ടാകും വിധത്തിൽ ഉണക്കി പാകമാക്കി.
ഈ മണ്ണുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ രൂപപ്പെടുത്തിയത്. ആദമിനെ രൂപപ്പെടുത്താൻ എത്ര കാലമെടുത്തു? 40 കൊല്ലം എന്ന് പറഞ്ഞവരുണ്ട്, അതല്ല 4000 കൊല്ലം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഭൂമിയിൽ ഏതെല്ലാം ഭാഗത്ത് നിന്നെടുത്ത മണ്ണുകൊണ്ടാണ് ആദമിന്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടതെന്നറിയുമോ? ചില അഭിപ്രായങ്ങൾ കാണുക. ആദം നബിയുടെ മുഖം കഅബയുടെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും നെഞ്ചും മുതുകും ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു. തുടകൾ യമനിലെ മണ്ണുകൊണ്ടും കണങ്കാലുകൾ ഈജിപ്തിലെ മണ്ണുകൊണ്ടും പാദങ്ങൾ ഹിജാസിലെ മണ്ണുകൊണ്ടും വലതുകൈ പൗരസ്ത്യ നാട്ടിലെ മണ്ണുകൊണ്ടും ഇടതുകൈ പാശ്ചാത്യൻ നാട്ടിലെ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മറ്റൊരഭിപ്രായം കൂടി കാണുക. ആദമിന്റെ മുഖം ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും തൊലിയും തലമുടിയും സ്വർഗത്തിലെ മണ്ണുകൊണ്ടും പുരികങ്ങൾ ഹൗദുൽ കൗസറിലെ മണ്ണുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ട് കൂടി കാണുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിലെ മണ്ണുകൊണ്ട് ആദമിന്റെ